ഞാൻ കാഴ്ചയാലല്ല ജീവിക്കുന്നത്, ഞാൻ വിശ്വാസത്താലാ ജീവിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾ തൊട്ട് പറ, നിന്റെ കാഴ്ച റിജക്റ്റ് ചെയ്യുന്നിടത്ത് നിന്റെ വിശ്വാസം വിജയിച്ചു തുടങ്ങും. നീ കണ്ട നെഗറ്റീവായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടിനെ, നീ കണ്ട നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ, നീ കണ്ട നെഗറ്റീവായിട്ടുള്ള ടൈം ലൈനെ ഇന്ന് രാത്രി നീ പറയണം, ഇതിലല്ല എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം ഇരിക്കുന്നത് മഴയില്ലാതെ മഞ്ഞില്ലാതെ നിറയാൻ പോകുന്ന ഈ കുഴികളിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഞാൻ സോഴ്സ് കാണത്തില്ല, പക്ഷേ ഞാൻ ഔട്ട്കം കാണും. ഞാൻ സോഴ്സ് കാണത്തില്ല, ഞാൻ ഉറവ കാണത്തില്ല, പക്ഷെ ഞാൻ വെള്ളം കാണും. ഹല്ലേലൂയ. ഇന്ന് അത്തരത്തിലൊരു വിശ്വാസത്തെ ദൈവം ഇന്ന് രാത്രി ഇവിടെ എൻകറേജ് ചെയ്യുക. നിങ്ങൾ ഇന്ന് പറയണം ദൈവത്തോട്, കർത്താവേ, എൻ്റെ കഴിവ് അളക്കാൻ എനിക്ക് മനസ്സില്ല. കർത്താവ് എന്താ പറഞ്ഞത്? കളക്ട് ചെയ്യാനാ, അളക്കാനല്ല. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയില നമ്മുടെ ഔട്ട്കം ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് യൗവനക്കാരോടൊക്കെ ഞാൻ പറയാം, വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭാവിയെ പറ്റി നിന്റെ കരങ്ങളിലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നീ അതിൽ പിടിച്ചു തന്നെ നിൽക്കണം, വിട്ടുകളയരുത്. ഇത് സംഭവിക്കില്ല എന്നൊരു നിമിഷം പോലും നിനക്ക് തോന്നരുത്. ഹല്ലേലൂയ. അതെപ്പോൾ വരും എന്നുള്ളത് എൻ്റെ വിഷയമല്ല. അതെപ്പോൾ വന്നാലും അത് വരുന്നത് മഹത്വത്തെ ചുമന്നുകൊണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. അത് ലേറ്റായി പോകുന്നത്, അതില്ലാതായി പോകുന്നത് കൊണ്ടല്ല, അത് ലേറ്റായി പോകുന്നത് മഹത്വമേറിയതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാത്തിരിക്കേണ്ടി വന്നാലും വിട്ടുകളയരുത്. നീ അധ്വാനിക്കണമെന്നാവശ്യപ്പെടുന്ന ഇടത്ത് ആത്മാർത്ഥമായിട്ട് നിന്റെ അധ്വാനത്തെ കൊടുക്കുക. 6-ാം നാൾ നീ പെറുക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കളക്ട് ചെയ്യുക ഉറപ്പായിട്ടും. പക്ഷേ ഔട്ട്കം ദൈവം തീരുമാനിക്കും. നിന്നെ കൊണ്ടാവുന്ന ഇൻപുട്ട് നീ ഇട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ഓ, താങ്ക് യു ജീസസ്.